മുന്നേ കാസ്റ്റിയൻ പൈപ്പായിരുന്നു. ആ കാസ്റ്റിയൻ പൈപ്പൊന്നും പിന്നെ മാറിയിട്ട് പിന്നെ ഇത് അല്ല മുന്നേ കോൺക്രീറ്റ് പൈപ്പായിരുന്നു. അതിലും മാറിയിട്ട് ഇത് കാസ്റ്റിയൻ ആക്കിയതിനു ശേഷം പിന്നെ പൊട്ടിയിട്ടില്ല. 10-15 വർഷമായിട്ട് പൈപ്പ് പൊട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നിപ്പോൾ 8 മണിക്കാണ് സംഭവിച്ചത്. 8 മണിക്ക് ഒരു മീറ്റർ ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു, ഒരു 3 അടി ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത കടകളിലൊക്കെ കയറി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഓഫാക്കി. ഓട്ടോമാറ്റിക് ഓഫായതല്ല, ഓഫാക്കിയത്. പക്ഷേ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജുകൾ, കംപ്ലീറ്റ് വീടുകൾ, ഷോപ്പ്, അവിടെയൊക്കെ ഈ ചളിവെള്ളം കയറി കിടക്കുകയാണ്. ഡ്രെയിനേജ് കംപ്ലീറ്റ് ഇതിൻ്റെ മണ്ണടിഞ്ഞ് കുടിക്കുന്നു. ഇനി അത് ക്ലീൻ ചെയ്യണം. ഇനി ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ പൈപ്പൊക്കെ മാറ്റി അവിടെ പോകും. പിന്നെ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കേണ്ടി. ഇപ്പോൾ 1-2 കടകളിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തെല്ലാം വെള്ളം കയറിക്കുന്നത്, കടലിനുള്ളിലൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പൊതുവെ ബിസിനസ്സൊക്കെ മോശമായി നിൽക്കുന്നതാണല്ലോ. അവർക്ക് ഒരു നഷ്ടപരിഹാരം പോലും കിട്ടില്ല. കാരണം അവർ അതൊക്കെ ക്ലീനാക്കി അതൊക്കെ എടുത്തു വെച്ചിരുന്നു. പിന്നെ ഈ റോഡ് മെഡിക്കോളെ റോഡാണ്. ഇത് ബ്ലോക്കായി കിടക്കാണ്. ഒരു സ്കൂട്ടർ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്കായി കിടക്കുക. പിന്നെ 2-3 ദിവസം കൊണ്ട് റെഡിയാവുമെന്നാണ് വിചാരിച്ചത്. മുന്നേ അവിടെ പൈപ്പ് ഹോട്ടൽ സ്ഥിരമായിരുന്നു. അത് ഈ കാസ്റ്റിയൻ പൈപ്പ് മാറ്റിയതിനു ശേഷം പിന്നെ ക്ലിയറാക്കിയത്. പിന്നെ ഈ ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സംഭവം ഈ ചേർമൽ എന്ന ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇറക്കാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കാണ്. ഇതൊരു പ്രഷർ കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ടാണ് ഇവിടെ പൈപ്പ് പൊട്ടുന്നത്.